6:30 ആയിട്ടുണ്ട്. ജിനിഷേട്ടനെ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ എല്ലാം റെഡിയാക്കും. അപ്പം നമുക്ക് പരിപാടി. അങ്ങനെ ദേ ബീട്രൂട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, സോയാബീൻ അങ്ങനെയൊക്കെയാണ്. ഇത് ചെറിയ ചെറിയ പച്ചക്കറികളാണ് ഇന്ന് മെയിനായിട്ട്. അപ്പം അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊക്കെ ഒന്ന് പോട്ടെ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഞങ്ങൾ കലക്കിച്ചിട്ട് റൊട്ടിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലെ എണീറ്റ് വന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തണുത്താലേ ഞാൻ കുടിക്കത്തുള്ളൂ. ചൂടോടെ കട്ടൻ ചായ കുടിക്കണതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിച്ചേ. അങ്ങനെ ഞാൻ റൊട്ടിക്ക് വേണ്ട തേങ്ങ ചിരണ്ടിക്കൊണ്ട് വന്ന്, ചിരണ്ടണ വീഡിയോ ഒന്നും എടുത്തില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തേങ്ങ ചിരണ്ടിക്കൊണ്ട് വന്ന് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിച്ചിരി ടൈറ്റായിട്ടിരിക്കുമായിരുന്നു മാവ്. അങ്ങനെ അതിലേക്ക് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചട്ടിയൊക്കെ അടപ്പേ വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല മുരിഞ്ഞ റൊട്ടി കിട്ടും നമ്മൾ ഈ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ. അങ്ങനെ എനിക്കൊരു ശീലമുണ്ട്, രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ റേഡിയോ അത് FM വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. FM വെച്ച് കേൾക്കണത് എനിക്കൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. അങ്ങനെ ആദ്യത്തെ റൊട്ടി അടപ്പയിലിട്ടു. അത് മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ തന്നെ രണ്ടാമത്തെ സെറ്റ് ആക്കിയിട്ടുണ്ടേ. അത് കഴിഞ്ഞ് നേരെ ബീട്രൂട്ട് അരിഞ്ഞു. ഏകദേശം 6:45 ആയപ്പോഴേക്കും ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ്. സമയം പറയാൻ കാരണം ഞാൻ ഇവിടെ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം നോക്കിയേ ചെയ്യത്തുള്ളൂ. ജിനിഷേട്ടൻ 8 മണിയാകുമ്പോൾ പോകണം. അതുകൊണ്ടൊരു 7:30 ആകുമ്പോൾ ജിനിഷേട്ടൻ കാപ്പ് കുടിക്കാൻ വരും. അപ്പോൾ അതൊക്കെ മുമ്പായിട്ട് നമ്മളെല്ലാം ചെയ്ത് മാറ്റണമല്ലോ. അങ്ങനെ ഞാൻ ബീട്രൂട്ട് മെഴുക്ക് പറ്റാനുള്ള സവാള, പച്ചമുളക് അങ്ങനെ എല്ലാ സാധനവും വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബീട്രൂട്ടും കൂടിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ റൊട്ടി വെറുതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ റൊട്ടിക്ക് ഞാൻ കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത്. കിഴങ്ങ് മെഴുക്ക് പുരട്ടി. നിങ്ങളുടെ എവിടെയും മെഴുക്ക് പുരട്ടി എന്നൊക്കെ തന്നെയാണോ പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിവിടെ കിഴങ്ങ് മെഴുക്ക് പുരട്ടാൻ നേരത്ത് ഇത്തിരി കടുകും മഞ്ഞപ്പൊടിയും ഇച്ചിരി കൂടുതൽ വേണം. എനിക്കതിനോട് ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമാണ്. ഇച്ചിരി ഉപ്പൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ ജിനീഷേട്ടനൊന്നും ഉപ്പും എരിവും അങ്ങനത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഡാനിനെയും കൂടി നോക്കണമല്ലോ. ഡാനിക്കാണെങ്കിൽ എരിവ് പറ്റിക്കൂടി പോയാൽ മതി. അവൻ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ കിഴങ്ങ് താളിക്കാൻ വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പാലൊക്കെ അടപ്പേ വെച്ചു. ഇടക്കിടക്ക് ഒരു വെള്ളിയൊക്കെ വീഴൂട്ടോ, ക്ഷമിക്കണേ. അങ്ങനെ എൻ്റെ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അപ്പോൾ ഇന്നൊരു ആശുപത്രിയിലേക്ക് പൊതിച്ചോറ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഇടക്കിടക്ക് കൊടുക്കണതാണ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ കഞ്ഞിക്കൊക്കെ ഇട്ട്. അപ്പോൾ തീ പിടിപ്പിച്ചപ്പോൾ ഒരു സീനുണ്ടായിരുന്നു. ഞാൻ തീ പിടിപ്പിച്ചിട്ട് അതിൻ്റെ പേപ്പർ ഇച്ചിരിണ്ടായിരുന്നു പുറത്താട്ടെടുത്തിട്ട്. അപ്പോൾ പുറത്ത് കിടക്കുന്നത് പ്ലാസ്റ്റിക്കാണ്, അതിന് കൂടി തീ പിടിച്ചപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കോരിയിലായിട്ട് ഒഴിച്ച്. അല്ലേച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേച്ചെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എല്ലാം ആളി കത്തി പണ്ടാരം തുടങ്ങിയേനെ. അപ്പോൾ എനിക്ക് പണിയും കിട്ടിയേനെ. അങ്ങനെ ഡാനിക്കിൻ്റെ എനിക്കും വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ജിനീഷയുടെ ഇന്നലെ വന്നപ്പോൾ ബ്രെഡും ജാമും മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ രണ്ടുപേർക്ക് അതും കൊടുത്ത് ഞാൻ വെള്ളം തിളച്ചു. അങ്ങനെ അരിയും കഴുകി അതിലായിട്ടിട്ട് പിന്നെ എൻ്റെ പണിക്ക് പോയി. ഞാൻ പല്ല് തേച്ച് തുണിയൊക്കെ എല്ലാം കഴുകി. ആ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. ഇന്നലെ അലക്കിയ തുണി മടക്കിയില്ലായിരുന്നു. ഞാൻ മേളിലാണ് ഇടാന്ന്, അപ്പോൾ എല്ലാ ദിവസവും എടുക്കത്തില്ല. അങ്ങനെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. ആ തുണിയും മടക്കി വെച്ച് പെരയൊക്കെ അടിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ആ തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡെയിൻകുട്ടൻ വന്ന് ഭയങ്കര എന്താ പറയുക, അവനൊക്കെ ഇത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവൻ ഇരിക്കപ്രതി ഇല്ല. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങളുടെ മുറിയൊക്കെ എല്ലാം അടിച്ചൊതുക്കി നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പേര തൂത്തണ്ടിരിക്കുമ്പോൾ ഡാനി അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനും 2-3 ചെറുക്കന്മാരുണ്ട് ഇവിടെ. അവരെല്ലാമായിട്ട് കിടന്ന് മുട്ടൻ കളിയായിരുന്നുണ്ട്. പെരക്കകത്ത് ഞാൻ പെര അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുങ്ങൾ പെരക്കകത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. അങ്ങനെ ഞാൻ പെരയൊക്കെ എല്ലാം തൂത്ത് തുടച്ചില്ല, തുടക്കലൊക്കെ വൈകുന്നേരം തുടക്കത്തുള്ളൂ. അങ്ങനെ തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മുറ്റമുണ്ട്, ഇച്ചിരി മുറ്റമേ ഉള്ളൂ. അതും ഞാൻ പെര അടിച്ച് കഴിയുമ്പോഴേ തൂക്കത്തുള്ളൂ, അല്ലാതെ തൂത്തിട്ട് കാര്യമില്ല. അങ്ങനെ പെരയൊക്കെ എല്ലാം തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ മുറ്റവും അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വസ്ഥമായി. പിന്നെ വേറെയുള്ള പണിയെന്ന് ഇട്ടുണ്ടെങ്കിൽ ആ പൊതിച്ചോറ് കൊടുക്കേണ്ട വാട്ടിലേക്ക് മാങ്ങ ചാറ് വെക്കണമായിരുന്നു. ബീട്രൂട്ടും കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടല്ലോ. അങ്ങനെ മാങ്ങയും കൂടി ചാറ് വെച്ച് പിന്നെ വട്ടുംകരളും മറ്റേ ചിക്കൻ പാഴ്സൽ ജിനീഷയുടെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഇന്നലെ വന്നപ്പോൾ. അതും കൂടി ഞാനൊന്ന് മെഴുക്ക് പുരട്ടി. പിന്നെ പെടലി, ചിക്കൻ്റെ പെടലി നിങ്ങളവിടെ യൂസ് ചെയ്യുമെന്നറിയത്തില്ല. ഞങ്ങളിവിടെ എനിക്കും ജിനീഷനും അത് ഭയങ്കര ഇഷ്ടമാണ്. അത് മുരിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലേന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ മാങ്ങ കറിയൊക്കെ അവിടെ റെഡിയായി. മാങ്ങ കറിയല്ല, മാങ്ങ ചാറ്. ഞാൻ പറഞ്ഞല്ലോ ഇടക്കിടക്ക് വെള്ളി വീഴൊന്ന് ക്ഷമിക്കണേ. പെറ്റുകുറ്റങ്ങളായിരിക്കാണ് പറ്റാത്തതല്ലേ. അങ്ങനെ തന്നെ മാങ്ങാ ചാറിലേക്ക് കടുക് പൊട്ടിക്കണമല്ലോ. അങ്ങനെ കടുക് പൊട്ടിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് തീ ഇച്ചിരി കൂടുതലായിരുന്നു. ഫോൺ ഓഫായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഫോണും പൊട്ടിത്തെറിച്ച് ഇന്ന് തന്നെ എല്ലാ പണിയും ക്ലോസ് ആയേനെ. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളിയായിരുന്നു. നല്ല മണം, എന്താ പറയുക, ചനച്ച മാങ്ങയിരുന്നതുകൊണ്ട് നല്ല അടിപൊളി മണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വട്ടുംകരളും
ഒന്ന് വേവിച്ചിട്ട് ഞാനത് താളിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളിവിടെ എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴുകി കുക്കറിലേക്ക് ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, കറിവേപ്പില. ചിക്കൻ മസാല ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നും കൂടി ഇട്ടത്, മറന്നു പോയിടാനായിട്ട്. അങ്ങനെ അതും കുക്കറിലേക്ക് വെച്ച് വേവിച്ചു. അപ്പോഴേക്കും ഞാൻ ചിക്കൻ്റെ പെടലി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് മിക്സ് ചെയ്യണം. എന്നാലേ, അരമണിക്കൂർ മിക്സ് ചെയ്യണ്ട, എന്നാലും ഇച്ചിരി മിക്സ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഭയങ്കര ഒരു എന്താണ്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വട്ടുംകറിളിന് വേണ്ട സവോള, ഇഞ്ചിയൊക്കെ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ പുറത്തടപ്പേ തീ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചട്ടിയെ കൊണ്ട് അടപ്പേ വെച്ച് വെളിച്ചെണ്ണയല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് അതിൽ ഒഴിക്കുന്നത്. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മുടെ അതെല്ലാം വാടി വന്നപ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ ഐറ്റം ഒന്നും കൂടി ഇടണം. അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി മൊരിച്ച് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കൻ പാർട്സില്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതാണ് മെയിൻ. എന്ന് വെച്ചാൽ ഈ അടപ്പേ കിടന്ന് വരട്ടി എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വരട്ടിയാലുണ്ടല്ലോ എൻ്റെ പൊന്നെ, വേറെ ഒന്നും വേണ്ട ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ വട്ടുംകറിലും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ്റെ പെടലി പാർട്സല്ല, പെടലിയും വറുത്ത് അതും നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.